ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം കുട്ടിക്കാനത്താണ്. ഇപ്പോൾ എൻ്റെ വാഹനത്തിലെ ചാർജ് 50% നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് 50. എനിക്ക് തോന്നുന്നു 50 ഒരു 50 ഓടാന്നുണ്ട്. കുറേ നേരമായി, ഇപ്പം 49ലേക്ക് എത്തേണ്ട സമയമായി. എങ്കിലും 50 കരുതിക്കോളൂ. അപ്പം ഞാൻ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് 0 ആണ്, AEC 0 ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് ദൂരം ഇറക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മുണ്ടക്കൈ എത്തുമ്പോഴത്തേക്ക് എൻ്റെ വാഹനത്തിൽ എത്ര ചാർജ് ഉണ്ടാവും, എത്ര കിലോമീറ്റർ എനിക്ക് ഓടാൻ കഴിഞ്ഞു, അതോടൊപ്പം AEC എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് വെച്ചാൽ നമ്മുടെ വാഹനത്തിന് റീജനറേഷൻ എങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളെയും കൂടി ഒന്ന് ബോധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പം വാഹനം എടുത്തിട്ടുള്ള എല്ലാവരും ഇപ്പം ഇങ്ങനെയുള്ള ടെറൈനിൽ ഓടുന്നവരാകണമെന്നില്ല, കയറ്റിയിറക്കങ്ങളിലൂടെ ഓടുന്നവരാകണമെന്നില്ല. ചിലപ്പം നിരപ്പായ റോഡിലൂടെ ആയിരിക്കും ഓടുന്നത്. അപ്പം നമ്മൾ ഈ ഇറങ്ങി വരുമ്പോൾ റീജനറേഷൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് മെച്ചം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, ഞാനിപ്പോൾ മുണ്ടക്കയം എത്തിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മുണ്ടക്കയം എത്തിയിട്ടുണ്ട്. 21 കിലോമീറ്ററോളം പിന്നിട്ടു. ഇപ്പോൾ എനിക്ക് 57% ചാർജാണ് മിച്ചമുള്ളത്. AEC 0 തന്നെയാണ്. അപ്പം 20 കിലോമീറ്റർ ഞാൻ ഓടിയപ്പോൾ എനിക്ക് 7% റീജനറേഷൻ ഇനത്തിൽ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ കഴിഞ്ഞു. മാത്രമല്ല നല്ല തിരക്കുള്ള റോഡായിരുന്നു, നല്ല റഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചാർജ് കയറിയാണ്. എനിക്ക് ഇടയ്ക്ക് 58 ആയിരുന്നു. അപ്പം ഈ മുണ്ടയ്ക്ക് അടുക്കാറായപ്പോഴാണ് അത് 57 കുറഞ്ഞത്. ഞാനിപ്പം പൊൻകുന്നത്തെത്തി. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വണ്ടി ഒതുക്കിയതാണ്. അപ്പം എൻ്റെ വാഹനത്തിൽ 49% ചാർജുണ്ട്. AEC 26 മാത്രമാണ്. അതായത് ഞാൻ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞപ്പം ഉദ്ദേശം ഒരു 38 കിലോമീറ്റർ പിന്നിട്ടപ്പോഴാണ് 50% എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ അടുത്ത ഒരു കോഫി ഷോപ്പ് നോക്കി, അല്ലെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസ് നോക്കി തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ എനിക്ക് 50% എത്ര കിലോമീറ്റർ ഓടിയെന്ന് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കായിരുന്നു. 38 കിലോമീറ്ററാണ് ഞാൻ ഓടിയിട്ടുള്ളത്. അപ്പം ഞാൻ കുട്ടിക്കാനത്തുനിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ എൻ്റെ വാഹനത്തിലുള്ള ചാർജ് 50% ആയിരുന്നു എന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴും 50%-ൽ 38 കിലോമീറ്റർ എനിക്ക് ഓടാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട്, അതായത് ഒരു യൂണിറ്റ് പോലും എനിക്ക് ചാർജ് നഷ്ടപ്പെടാതെ 38 കിലോമീറ്ററാണ് ഞാൻ പിന്നിട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ വാഹനത്തിൻ്റെ റീജനറേഷൻ ബ്രേക്കിംഗ് സംവിധാനം മൂലമാണ്. നിങ്ങൾക്കറിയാം, ഇത് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരറിവല്ല. എങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മുടെ വാഹനത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കയറ്റം കയറുമ്പോൾ അധികമായി നഷ്ടപ്പെട്ട ചാർജല്ലേ തിരിച്ച് കിട്ടുന്നെന്നുള്ളത്. ശരിയാണ്. പക്ഷേ നമ്മൾ ഐസ് എഞ്ചിൻ വാഹനങ്ങളിൽ ആ ഒരു പ്രത്യേകതയില്ലല്ലോ. അതിൽ നമ്മൾ കയറ്റം കയറുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരും. പക്ഷേ അത് ഇറങ്ങുമ്പോൾ തിരിച്ച് കയറാറില്ല. പക്ഷേ നമ്മുടെ വാഹനത്തിനത് കുറച്ചെങ്കിലും തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഒരു ഫെസിലിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്തണം. റീജനറേഷനിൽ തന്നെ നമ്മൾ ഇറങ്ങി വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് കിട്ടും, എങ്കിലും റീജനറേഷനിൽ തന്നെ ഇറങ്ങി വരികയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചാർജ് നമുക്ക് തിരിച്ച് കയറുന്നതായിട്ട് മനസ്സിലാക്കാം. മാത്രമല്ല അനാവശ്യമായ ബ്രേക്കിംഗ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഭയങ്കര റഷായിരുന്നു. സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് കയറുന്ന വണ്ടിയും ഇറങ്ങുന്ന വണ്ടിയൊക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി പതിനെയാണ് വരേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു രീതിയിലാണ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായേനെ. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ഞാൻ നേരത്തെ പലപ്പോഴും ഞാൻ ഈ റൂട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, ഇത് ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇന്നാണ് അതിന് കഴിഞ്ഞത്. പക്ഷേ പകലെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും അതായത് നമ്മുടെ റീജനറേഷൻ ശരിക്കും നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തത്. ഫ്രണ്ട്സ്, ഞാനിപ്പം 91.9 കിലോമീറ്ററാണ് കുട്ടിക്കാനത്ത് നിന്ന് ഓടി എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. 27% ചാർജ് മിച്ചമുണ്ട്. അതായത് 23% കൊണ്ട് എനിക്ക് 92 കിലോമീറ്ററോളം ഓടാൻ സാധിച്ചു. AEC 65 ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്കിപ്പം കയറ്റം കയറുമ്പം അത്യാവശ്യം സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചാർജ് ഡ്രോപ്പ് ആവുമെങ്കിലും റീജനറേഷൻ മൂലം ഇറങ്ങുമ്പോൾ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും, കുറച്ചളവെങ്കിലും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മളെവിടെയെങ്കിലും ചാർജിങ്ങിന് ഇടുമ്പം കഴിവതും 100% ചാർജ് ആക്കിക്കൊണ്ടാണ് തിരിച്ചു പോരാറുള്ളത്. പ്രത്യേകിച്ചും നമ്മളിപ്പം കുമളിയിൽ നിന്നെല്ലാം വന്നു കുട്ടിക്കാനം എത്തി ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ 100% നമ്മൾ കഴിവതും ആക്കാതിരിക്കുക, ഒരു 90 തന്നെ നിർത്തുക. വേറൊന്നുമല്ല, നമ്മൾ മുണ്ടക്കായി എത്തുമ്പോഴത്തേക്ക് നമുക്ക് 8% 7% ചാർജ് നമുക്ക് തിരിച്ച് കയറും. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ 100% ആക്കിക്കൊണ്ട് നമ്മൾ ഈ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാർജ് തിരിച്ചു കയറാനുള്ളൊരു സാഹചര്യം അവിടെ നഷ്ടപ്പെടും. നമ്മൾ അവിടെ ഒരു നിസ്സാരമായിട്ട് ഇപ്പോൾ ഒരു 8% ചാർജ് കയറുമ്പോഴത്തേക്ക് നമുക്കൊരു 2 യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത്. മിനിമം ഒരു 40 രൂപ നമുക്ക് ലാഭമുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇത്തരം യാത്രകളിൽ, അല്ലെങ്കിൽ വണ്ടി ചാർജിങ്ങിന് ഇടുമ്പോൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.